ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഗൗരി. ഇന്ന് ഞാൻ ലുലുമോൾ വരെ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സായിട്ട്. പോയ ഉടനെ ആദ്യത്തെ മെയിൻ പരിപാടി ഫുഡടി. ഒരു ചായ വടയൊക്കെ കഴിച്ചു. ഊട്ടുപുരയിൽ നിന്നാണ് മേടിച്ചത്. ചായയും വടി രാവിലെ തന്നെ സ്റ്റാർട്ടായി. പിന്നെ ഞങ്ങൾ നേരെ PVR തിയേറ്ററിൽ കയറി മൂവി ടിക്കറ്റ് എടുത്തു. മിറാജ് മൂവിയാണ്, ആസിഫ് അലിയുടെ മൂവിയാണ്. ജിത്തു ജോസഫ് ഡയറക്ടർ ചെയ്ത മൂവി. പിന്നെ ആസ് യൂഷ്വൽ അവിടെ വാഷ്റൂം പോയി കിടന്ന് സെൽഫി വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ താരം അമീന എത്തിയിരിക്കുന്നു. അമീനയൊക്കെ വന്ന് ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മൂവി കഴിഞ്ഞു. അടിപൊളി മൂവിയായിരുന്നു ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കൊള്ളായിരുന്നു, നല്ല സിനിമ തന്നെയായിരുന്നു. പിന്നെ വീണ്ടും എപ്പോഴുള്ള പരിപാടി തന്നെ ഐസ്ക്രീം കഴിക്കൽ, പിന്നെ ഫുഡ് കഴിക്കൽ. സംസമിൽ പോയി ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ നമ്മളൊരു കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം നമ്മൾ സന്തോഷമായിട്ട്, എന്നുവെച്ചാൽ അവൾ ബർത്ത്ഡേ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് സെലിബ്രേറ്റ് ചെയ്തില്ല, അങ്ങനെ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്ത്, ഞങ്ങളുടെ എല്ലാവരുടെ വക ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊടുത്ത് പുള്ളിക്കാരി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. സംസം തന്നെ വെള്ളപ്പൊക്കത്തിലാവുമായിരുന്നു, അങ്ങനെ കരച്ചിലായിരുന്നു. പിന്നെ മെയിൻ ഫുഡ് വന്നു. ഉഫാ, ഇപ്പം അത് കാണുമ്പോൾ ഭയങ്കര കൊതി തോന്നുന്നു. അപ്പം ഭയങ്കര ഫുള്ളായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പം കാണുമ്പോൾ കൊതിയാവുന്നു ഗൈസ്. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടവർ ഭയങ്കര ട്രോളൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട് ചിരിച്ച് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. ഞാൻ എന്തായാലും കുഴപ്പമില്ല. പിന്നെ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേ എല്ലാവരുടെയും ശ്വാസം മുട്ടി. ഒരാളവിടെ ഭയങ്കര വെള്ളം കൂടിയായിരുന്നു ബില്ല് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നേരെ ഷെയിൻസയുടെ വീട്ടിൽ പോയി, എൻ്റെ ബർത്ത്ഡേ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഉമ്മയായിട്ട് അവിടെ ഭയങ്കര കഥ പറച്ചിലൊക്കെ ആയിരുന്നു. ബൃന്ദ ഇങ്ങനെ ബിരിയാണി വെക്കുന്ന കാര്യമൊക്കെ ചോദിക്കുമായിരുന്നു. ഞാനിതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കിടക്കുമോ, എനിക്കാണെങ്കിൽ വയറ് ഫില്ലായി ഞാൻ ഇങ്ങനെ ഈ ബോധമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചായിരുന്നു. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.